കൃഷ്ണൻ കർണനോട് കർണന്റെ ജന്മരഹസ്യവും പാണ്ഡവന്മാർ അവന്റെ അനുജന്മാരാകുന്നുവെന്നുള്ള സത്യവും കുന്തി മാതാവ് അവന്റെ മാതാവ് ആണെന്നുള്ള സത്യവും പറഞ്ഞ് നൽകുന്നു. അതേ പ്രകാരം തന്നെ ഈ യുദ്ധത്തിൽ പാണ്ഡവപക്ഷം നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനായി കർണനെ ക്ഷണിക്കുന്നു. അതായത് സ്വന്തം സഹോദരങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുവാനായി കർണനെ കൃഷ്ണൻ ക്ഷണിക്കുന്നു. എന്നാൽ കർണൻ അത് വിസമ്മതിക്കുന്നു. കാരണം ദുര്യോധനന്റെ വിധേയനാകുന്നുവെന്ന് പ്രതിജ്ഞയിൽ ജീവിക്കുന്ന കർണൻ ഒരിക്കലും ദുര്യോധനന് അഹിതമായ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കർണൻ ഉറച്ച് നിൽക്കുന്നു. തുടർന്ന് കർണൻ പറയുന്നു, കൃഷ്ണ, ഒരു കാര്യം സംശയം കൂടാതെ ഞാൻ പറയുന്നു. ചോര ചേറാകുന്ന വിധം അത്ര ഭയങ്കരമായ യുദ്ധം കുരുക്കളും പാണ്ഡവന്മാരും തമ്മിൽ ഇതാ അടുത്തിരിക്കുന്നു. ദുര്യോധനന്റെ അധീനതയിൽ നിൽക്കുന്ന സകല രാജാക്കന്മാരും രാജപുത്രന്മാരും പോരിൽ ശസ്ത്രാഗ്നിയിൽ വെന്ത് വെണ്ണീറായി കാലപുരിയിലേക്ക് ഗമിക്കുക തന്നെ ചെയ്യും. പല ഘോര ദുസ്വപ്നങ്ങളും ഞാൻ കാണാറുണ്ട്. ഘോരമായ ദുർനിമിത്തങ്ങളും ഘോരമായ ഉൽപാദനങ്ങളും ഞാൻ കാണുന്നുണ്ട്. ലക്ഷണം കൊണ്ട് അതിലൊക്കെ ദുര്യോധനന് പരാജയവും ധർമ്മപുത്രന് വിജയവും ഞാൻ കാണുന്നു. അങ്ങനെ പറയുവാൻ തക്കവിധം രോമാഞ്ചജനകമാണ് ഇപ്പോഴത്തെ ഗ്രഹനില. ഇടിയോടുകൂടി ചലിക്കുന്ന വിധം കൊള്ളിമീൻ ആകാശത്ത് ചാടുന്നു. ആനകൾ അകാരണത്തിൽ പിടയുന്നു. കുതിരകളിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നു. ഈ ജീവികളൊക്കെ പുല്ലും വെള്ളവും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ കണ്ടാൽ ആപത്ത് എന്നുള്ളത് സംശയമില്ല. ഭക്ഷണം അല്പമേ കഴിക്കുന്നുള്ളൂ എങ്കിലും കുതിരകൾക്കും ആനകൾക്കും മനുഷ്യനുമൊക്കെ വിസർജ്യങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. കേശവ, ഈ ദുർനിമിത്തങ്ങളൊക്കെ ധാർതരാഷ്ട്രന്റെ സൈന്യത്തിലാണ് കാണുന്നതും. വിദ്വാൻമാരുടെ അഭിപ്രായത്തിൽ അത് പരാജയത്തിന്റെ ലക്ഷണം ആണ്. എന്നാൽ പാണ്ഡവപക്ഷത്ത് ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ കാണുന്നതും ഇല്ല. അവിടെ വാഹനങ്ങളൊക്കെ സന്തോഷിച്ച് നിൽക്കുന്നു. അതായത് ആന, കുതിര എന്നിവയെല്ലാം സന്തോഷിച്ച് നിൽക്കുന്നു. വീരക്ഷത്രിയന്മാർ വെട്ടിമരിക്കുന്ന ഈ യുദ്ധം കടന്ന ജീവനോടെ ഞങ്ങൾ ഭവാനെ കാണുകയില്ലേ? അല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ച് നമ്മൾക്ക് തമ്മിൽ കാണാൻ കഴിയും. കൃഷ്ണ, ഞാൻ ഇനി ഭവാനോട് അവിടെ ചെന്ന് ചേർന്നുകൊള്ളാം. അതെ, ഈ ജന്മം ഇനി നടക്കൂ. കർണൻ ഇപ്രകാരം പറഞ്ഞ് കൃഷ്ണനെ ഗാഢമായി പുണർന്നു. കേശവൻ വിട്ടയച്ചതിന് ശേഷം കർണൻ തേർത്തട്ടിൽ കയറി. തൻ്റെ പൊന്നണിഞ്ഞ തേരിൽ കയറി രാധേയൻ മറ്റുള്ള പടയോടുകൂടി ദീനമായി തിരിച്ചു പോന്നു. പിന്നെ സാത്യകിയോടുകൂടി കൃഷ്ണൻ വേഗത്തിൽ ഉപപ്ലാവൃത്തത്തിലേക്ക് പുറപ്പെട്ടു.